രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും രാമായണ മഹാകാവ്യം നമുക്ക് നൽകി അനുഗ്രഹിച്ച വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. വാൽമീകി രാമായണ ചർച്ച ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നു. വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡമാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയുടെ വിഷയം. അയോധ്യാകാന്ഡത്തില് 13 സർഗങ്ങൾ കഴിഞ്ഞു 14ാമത് സർഗത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സർഗത്തിലേക്ക് നാം എത്തുമ്പോഴേക്കും നേരം പുലരാറായിരിക്കുന്നു. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ യുവരാജാവായുള്ള അഭിഷേകത്തിൻ്റെ സമയം ഇതാ അടുത്തു വന്നിരിക്കുന്നു. അയോധ്യ മുഴുവൻ അലങ്കൃതമാണ്. എല്ലായിടവും ഉത്സവ തിമിർപ്പിൻ്റെ സന്തോഷകരമായിട്ടുള്ള ദൃശ്യങ്ങൾ കൊണ്ടും ശബ്ദങ്ങൾ കൊണ്ടും മുഖരിതമാണ്. നേരം പുലരുന്നത് കാത്ത എല്ലാവരും രാമന്റെ അഭിഷേകം കാണാനായിട്ട് അത്യുത്സാഹത്തോടു കൂടിയിട്ട് കാത്തു നിൽക്കുകയാണ്. പുലരാറാകുമ്പോഴേക്കും മുഹൂർത്തത്തോടടുക്കുമ്പോഴേക്കും വസിഷ്ഠ ഋഷി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവിടെ വിശേഷവിധിയായിട്ട് താൻ കൊണ്ടുവരേണ്ടതായ പൂജാദ്രവ്യങ്ങളുമായിട്ട് എത്തിച്ചേരുന്നു. ബാക്കി എല്ലാ സംവിധാനങ്ങളും നേരത്തെ തന്നെ അഗ്നിഹോത്രശാലയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. വസിഷ്ഠ ഋഷി എത്തുമ്പോഴേക്കും ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിലായിട്ട് സുമന്ത്രർ നിൽക്കുന്നത് കണ്ടു. സുമന്ത്രരോട് പറഞ്ഞു, മഹാരാജാവിനെ അറിയിക്കുക, ഇതാ അഭിഷേകത്തിൻ്റെ മുഹൂർത്തം അടുത്തു വരുന്നു. എത്രയും വേഗം മഹാരാജാവ് ഇവിടെ എത്തിച്ചേർന്ന് അതിനു വേണ്ടുന്നതായ തയ്യാറെടുപ്പുകൾ നടത്തിയാലും നിർദ്ദേശങ്ങൾ നൽകിയാലും. വസിഷ്ഠ ഋഷിയെ പ്രണമിച്ചുകൊണ്ട് സുമന്ത്രര് ആ സന്ദേശം മഹാരാജാവിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. കൈകേയിയുടെ കൊട്ടാരമാണത്. അവിടെ ചെന്നു മഹാരാജാവിനെ സുമന്ത്രർ കണ്ടു. തദസ്സൂതോ യഥാപൂർവം പാർത്ഥിവസ്യ നിവേശനെ സുമന്ത്ര പ്രാഞ്ജലിർഭൂത്വ തുഷ്ടാവ ജഗതീപതിം. സുമന്ത്രര് വസിഷ്ഠന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് മഹാരാജാവ് ഇരിക്കുന്ന കൈകേയിയുടെ ഭവനത്തിനുള്ളിലേക്ക് ചെന്നു. അവിടെ മഹാരാജാവിനെ കണ്ടു സുമന്ത്രര്. കൈകേയും സമീപത്ത് തന്നെയായിട്ടുണ്ട്. ഇനി വസിഷ്ഠ ഋഷിയുടെ
സന്ദേശത്തെ അറിയിക്കണോ അത് മാത്രമേ വേണ്ടൂ. മഹാരാജാവ് തൻ്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കർമ്മമാണ് ഇനി നടക്കാൻ പോകുന്നത്. പക്ഷേ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നടന്ന ഉപജാപങ്ങളൊന്നും തന്നെ സുമന്ത്ര അറിഞ്ഞിരുന്നില്ല, അത് ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മഹാരാജാവ് ഉണരാൻ വേണ്ടിയിട്ട് സുമന്ത്ര സമീപത്ത് നിന്ന് അദ്ദേഹത്തെ മധുരങ്ങളായിട്ടുള്ള ഗീതങ്ങൾ കൊണ്ട് സ്തുതിക്കാൻ. ആ സ്തുതി ഇങ്ങനെ ആരംഭിക്കുന്നു: യഥാ നന്ദതി തേജസ്വി സാഗരോ ഭാസ്കരോ ദയേ പ്രീത പ്രീതേന മനസ തഥാ നന്ദയനസ്തത. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ആശ്രിതന്മാരായിരിക്കുന്ന, അങ്ങയുടെ ദാസന്മാരായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അങ്ങ് സന്തോഷിപ്പിച്ചാലും സമുദ്രം എങ്ങനെയാണോ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന അതേ പ്രകാരത്തിൽ പുലർകാലമാകുമ്പോഴേക്കും സന്തോഷത്തോടു കൂടിയിട്ട് സമുദ്രം ഉണരും. ആ സന്തോഷത്താൽ സമുദ്രം ആനന്ദ നൃത്തം ചെയ്യും. സമുദ്രത്തിൽ എപ്പോഴും ചലനങ്ങളുണ്ട്, തിരമാലകളുണ്ട്. പ്രഭാതമാകുമ്പോഴേക്കും സമുദ്രത്തിന്റെ ഉള്ളിലെ ആഹ്ലാദം പ്രകടിപ്പിക്കുമാറ് നൃത്തവും ആരംഭിക്കും വിശേഷവിദ്യയായിട്ട്. ആ അവസരത്തിൽ സമുദ്രതീരത്ത് സ്നാനത്തിനു വേണ്ടിയിട്ട് ധാരാളം സജ്ജനങ്ങൾ എത്തിച്ചേരും. ആ സജ്ജനങ്ങൾക്ക് ഇത് കമനീയമായ ദൃശ്യമാണ്. അങ്ങനെ മധുരമായ തൻ്റെ നൃത്തത്തിലൂടെ സമുദ്രം വന്നു ചേരുന്ന മനുഷ്യരെയും സന്തോഷിപ്പിക്കും. സ്വയം സന്തോഷിക്കുന്ന സമുദ്രം ആഗതരെ എല്ലാം സന്തോഷിപ്പിക്കുന്ന സമുദ്രം. അതേ പ്രകാരത്തിലയോ മഹാരാജാവേ, അങ്ങ് സന്തോഷിച്ചാലും അതേപോലെ തന്നെ അങ്ങയുടെ സേവകരായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിച്ചാലും. വേദാഹ സഹംഗ വിദ്യാശ്ച യഥാ ഹ്യാത്മഭുവം പ്രഭും ബ്രഹ്മാണം ബോധയത്വദ്യ തഥാ ത്വം ബോധയാമ്യഹം. ഏത് പ്രകാരത്തിലാണോ വേദങ്ങള് ബ്രഹ്മാവിനെ ഉണർത്തുന്നത് അതേ പ്രകാരത്തിൽ, അല്ലയോ മഹാരാജാവേ, ഞാൻ അങ്ങയെ ഉണർത്തുന്നു. 4 വേദങ്ങളും അംഗങ്ങളോടൊപ്പം ചേർന്ന്, വേദങ്ങളുടെ പഠനം പൂർണ്ണമാകുന്നത് അംഗങ്ങൾ കൂടി പഠിക്കുമ്പോഴാണ്. ശിക്ഷാകൽപ്പം, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം എന്നിവയാണ് വേദ അംഗങ്ങൾ. അങ്ങനെ എല്ലാ വേദങ്ങളും അതിൻ്റെ അംഗങ്ങളോടൊപ്പം എന്ന് മാത്രമല്ല, അതിൽ പ്രതിഫലിക്കുന്നതായ, അതിൽ നിന്ന് ഉണർന്നു വരുന്നതായിട്ടുള്ള വിദ്യകളോടൊപ്പം ഏത് പ്രകാരത്തിലാണോ സ്വയംഭൂവായിരിക്കുന്ന ബ്രഹ്മാവിനെ ഉണർത്തുന്നത്, അദ്ദേഹത്തെ ആനന്ദിപ്പിക്കുന്നത്, അതേപോലെ അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ തേരാളിയായ ഞാൻ, അങ്ങയുടെ മന്ത്രി കൂടിയായ ഞാൻ ഇതാ അങ്ങയെ ബോധിപ്പിക്കുന്നു. ആദിത്യനും ചന്ദ്രനും സകല ജീവരാശിയെയും നിലനിർത്തുന്നതായ ഭൂമിയെ ഉണർത്തുന്നത് പോലെ അല്ലയോ മഹാരാജാവേ, അങ്ങയെ ഞാനിതാ ഉണർത്തുന്നു. ഉത്തിഷ്ഠ സുമഹാരാജ, അല്ലയോ മഹാരാജാവേ, അങ്ങ് എണീറ്റാലും. എന്നിട്ട് ഇനിയൊരു മഹാകർമ്മത്തിൽ അങ്ങ് നേരിട്ട് പങ്കെടുക്കേണ്ടതുണ്ടല്ലോ, അതിന്റെ മുഴുവൻ അധികാരി അങ്ങ് തന്നെയാണല്ലോ. അതിനു വേണ്ടുന്നതായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം വളരെ വേഗത്തിൽ അങ്ങ് നിർവഹിച്ച് കൃത കൗതുകമംഗള ആ കർമ്മത്തിന് വേണ്ടുന്ന പ്രകാരത്തിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർണ്ണമാക്കിയിട്ട് അങ്ങ് ആ വേദിയിൽ വന്ന് അങ്ങയുടെ സിംഹാസനത്തിൽ വിരാജിക്കണം. അങ്ങ് അവിടെ വന്നിരിക്കുമ്പോഴേക്കും അത് എല്ലാവർക്കും ആനന്ദദായകമായിരിക്കും. അങ്ങ് എങ്ങനെയാ അവിടെ ഉപവിഷ്ടനാകേണ്ടത്? സ്വർണ്ണ വർണ്ണാഭമായിരിക്കുന്ന മഹാമേരുവിന്റെ മുകളിൽ സൂര്യൻ ഏത് പ്രകാരത്തിലാണോ അത്യന്ത തേജസ്സോടുകൂടിയിട്ട് ശോഭിക്കുന്ന അതേ പ്രകാരത്തിൽ ആ വേദിയിൽ അങ്ങ് ആഗമിച്ചിട്ട് അവിടെ ഉപവിഷ്ടനായി അങ്ങ് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ശോഭിച്ചാലും വളരെ വേഗത്തിൽ അഭിഷേക
മുഹൂർത്തം വരുന്നതുകൊണ്ട് വേദിയിലേക്ക്, അഭിഷേകം നടക്കേണ്ട വേദിയിലേക്ക് മഹാരാജാവിനെ ക്ഷണിക്കുകയാണ്. അല്ലയോ മഹാരാജാവേ, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ യുവരാജ്യാഭിഷേകം അങ്ങയുടെ സാന്നിധ്യത്താലും ആജ്ഞയാലും അങ്ങയുടെ നേതൃത്വത്താലും അങ്ങ് നടത്തിയാലും